ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ തിരുപ്പതി ഡേ 2ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെയാണ് തിരിച്ച് റൂമിലേക്ക് എത്തിയത്. 2 മണിക്കായിരുന്നു ദർശനം. അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി കുറേ നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെ ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. റെഡിയായി. ഇനി ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് പോയി കാണാം. ആദ്യം ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക്. നിങ്ങളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിനറൽ വാട്ടർ വാങ്ങണം. വേറെ ഒന്നും കുടിക്കാനല്ല, തല കഴുകാൻ. ഇവിടെ കുടിക്കാൻ മാത്രമല്ല, തല കഴുകാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളം നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇന്നലെ നമ്മളത് കുളിച്ചപ്പോഴത്തേക്ക് തലമുടിയില്ല, ചകിരി കണക്കായി. അപ്പോൾ അത് മുടിയുടെ ഹെൽത്തിനെ ബാധിക്കും എന്നുള്ളൊരു അറിവ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പുറം യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്ക് ചെറിയ ഇതേണക്ക് വലിയ കുപ്പിയിൽ മിനറൽ വാട്ടർ കാണും. ഓക്കെ. പിന്നെ അതുപോലെ ഇവിടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ മലയാളികളാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അറിയാം നമ്മളെ ഈ എവിടെ ചെന്നാലും മലയാളിയല്ല വേറൊരാളാണെന്ന് കാണാൻ അത് വില കൂടും. വിക്സ് മുട്ടാക്കി 2 രൂപ, 1 രൂപയുടെ വിക്സ് മുട്ടായി 2 രൂപ. അതൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാലും പക്ഷേ കൊള്ളാം, യാത്ര കൊള്ളാം. നമ്മൾ ഒരുപാട് ബാർഗെയിൻ ചെയ്യണം, അല്ലാതെ വണ്ടി ബാർഗെയിൻ ചെയ്യാൻ ഒന്നത്തെ കാര്യം ഭാഷ പിന്നെ ഹിന്ദിയിലും തമിഴിലൊക്കെ പുതിയ പുതിയ ഭാഷകളിലാണ് നമ്മൾ അവരോട് സംസാരിച്ചത്. പക്ഷെ കാര്യം നമ്മൾ ഒപ്പിച്ചെടുത്തു. ബാക്കി കാഴ്ചകളിലേക്ക്. എന്താണ് സഹോദര? ഊത്തപ്പം വേണോ പെണ്ണെ, ബോണ്ട വേണോ? ഇതാ നമ്മളൊരു മസാല ദോശയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ശ്രീ വിജയ വെങ്കടേശ്വര ഭവൻ, അവിടെ നിന്നാണ് നമ്മൾ ടിഫിൻ കഴിച്ചത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇന്നലെ നമ്മൾ അവിടെ നിന്നായിരുന്നു ഫുഡ്. അതാണ് നമ്മുടെ റെസിഡൻസി. ഇന്ന് നമ്മൾ രാവിലെ പോകുന്നത് തിരുപ്പതിയിൽ തന്നെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ഹിഡൻ സ്പോട്ടിലേക്കാണ്. തിരുപ്പതിയിലേക്ക് വരുന്നവർക്ക് തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കപില തീർത്ഥത്തിലാണ്. ഗൈസ്, നമ്മൾ ഈ സൂം ചെയ്യുന്ന ഭാഗത്തോട്ടൊന്ന് നോക്കണേ. അവിടെ ഏതെങ്കിലും ഒരു രൂപം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഇവിടെ 2 അമ്പലങ്ങളുണ്ട്. ആഞ്ജനേയ സ്വാമി ക്ഷേത്രവും ശിവക്ഷേത്രവും. ക്ഷേത്രത്തിന് പേര് ലഭിക്കാൻ കാരണം കപിലമുനിയാണ്. ഐതിഹ്യമനുസരിച്ച് കപിലമുനി ഈ സ്ഥലത്ത് ശിവനെ തപസ് ചെയ്യുകയും മുനിയുടെ ഭക്തിയിൽ ശിവനും പാർവതിയും സ്വയം അവതരിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലായിട്ട് ഉള്ള ഈ വെള്ളച്ചാട്ടം. ഇതിൻ്റെയും പേര് കപില തീർത്ഥം എന്ന് തന്നെയാണ്. ഒരുപാട് ക്ഷേത്രങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്.
നമുക്ക് ഈ തിരുപ്പതിയിലെത്തുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു പേരാണ് സപ്തഗിരി എന്നുള്ളത്. അപ്പോൾ സപ്തഗിരിയിൽ വരുന്ന 7 കുന്നുകളെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ശേഷാചലം കുന്നുകളുടെ താഴ്വരയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അങ്ങ് മുകളിലായിട്ട് നമുക്കൊരു ശിവലിംഗം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ക്ഷേത്രത്തിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കയറിയിട്ടാണ് വന്നത്. നമുക്കിവിടെ പ്രവേശിക്കുന്നതിന് പ്രത്യേകിച്ച് ടിക്കറ്റ് ചാർജ് കാര്യങ്ങളോ ഒന്നുമില്ല. രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെ ഇവിടെ ഓപ്പൺ ആയിരിക്കും. നമുക്കിവിടെ കുളിക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് തിരുപ്പതിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരെയാണ് കപില തീർത്ഥം. ഇങ്ങോട്ടേക്ക് ബസ് സർവീസ് ഉണ്ട്. അഥവാ ബസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഓട്ടോയിൽ വരാവുന്നതാണ്. അങ്ങനെ കപില തീർത്ഥത്തിൽ നിന്ന് നമ്മൾ നേരെ പോയത് ന്യൂ ബിരിയാണി സെൻറ്ററിലേക്കാണ്. ഇവിടെ പോകാനുണ്ടായ മെയിൻ കാരണം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണിത്. പോരാത്തതിന് ഇതൊരു മലയാളിയുടെയും കൂടെയാണ്. അതറിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ പോകാതിരിക്കും? ഇതാ ഇപ്പം കണ്ട മനുഷ്യനാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ. ഇദ്ദേഹം ഒരു കൊട്ടാരക്കരക്കാരനാണേ. ഇവിടുത്തെ മാത്രമായിട്ടൊരു ഫുൾ വീഡിയോ വരുന്നുണ്ട്. പേര് പോലെ തന്നെ ബിരിയാണിക്ക് ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് കേട്ടോ. എന്തു പറയാൻ, ഞങ്ങൾ വ്രതമായി പോയില്ലേ. അതുകൊണ്ട് കുറച്ച് വെജ് ഐറ്റംസ് കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോരുന്നത്. വെജും ഒന്നിനൊന്നിന് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ ഉള്ളതുകൊണ്ടാണ് ഇതിൽ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്താത്തത്. ഫ്രണ്ട്സും നമ്മളെ യാത്രയൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ചേട്ടനാണ്, ജയൻ ചേട്ടൻ. അദ്ദേഹം വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ദാമോദർ റെസിഡൻസി, അവിടെയാണ് നമ്മൾ റൂം എടുത്തത്. സിമ്പിൾ റൂം, റേറ്റ് കുറവാണ്. അടുത്ത് തന്നെയാണ്, റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റോപ്പിനൊക്കെ എല്ലാം അടുത്ത് തന്നെയാണ്. അതുപോലെ ഇവരെ കൂടെ ഒരു ടീം, മലയാളിക്കാരൻ്റെ ഒരു ടീം തന്നെ ഉണ്ട്. ഡീറ്റെയിൽസ് ഞാൻ ഫുള്ളും തരാം. ഹോട്ടൽ എന്താവശ്യം ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിനെ വിളിച്ചാൽ മതി. നല്ല ഫുഡ്, താമസം, എവിടെയൊക്കെ പോകണം, ആട്ടോ, എല്ലാ സർവീസും. ഒന്നും പേടിക്കണം. മലയാളികൾക്ക് തിരുപ്പതിയിൽ ഇനി വരാനും എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമ്മുടെ ചേട്ടൻ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം വീഡിയോയിൽ തരും. അപ്പോൾ ഇനി കാഴ്ചകൾ ഇനി കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇനി അടുത്ത നമ്മൾ അവിടുന്ന് നേരെ പോയത് പത്മാവതി ക്ഷേത്രത്തിലേക്കാണ്. നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്മാവതി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഒരുപാടുണ്ട്. അങ്ങോട്ടേക്ക് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 20 രൂപയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ബസ്സിൽ പോകുന്നതാണ് നമുക്ക് ഏറ്റവും ലാഭമായിട്ടുള്ളത്. പിന്നെ നമുക്കറിയാമല്ലോ, അകത്ത് ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രമേ വീഡിയോ പകർത്താനായിട്ട് പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രം വെങ്കടേശ്വരൻ്റെ ഭാര്യയായ പത്മാവതി ദേവി, അലമേലു മങ്കാദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. ഇത് തിരുച്ചാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. നമ്മൾ പോയ ക്ഷേത്രങ്ങൾ ഏതൊക്കെ തന്നെ ആയാലും അവിടുത്തെ ഒന്നും കാഴ്ചകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്ര ഭംഗിയായിട്ടാണ് അകത്ത് കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നതും ആ വിഗ്രഹങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ നമ്മൾ വിശ്വാസികളായതുകൊണ്ട് കൂടി നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ. നമ്മൾ പത്മാവതി ദേവിയും കണ്ട് നേരെ തിരിച്ച് രാത്രിയായി എത്തിയപ്പോൾ. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോയുമായി ഉടനെ വരാം. ബായ്.